സാന്നിധ്യം നമ്മിൽ പകരട്ടെ. ഹാലേലുയ. ദൈവത്തിങ്കിലെ ആശ്വാസം നാം പ്രാപിക്കട്ടെ. കർത്താവിന്റെ വരവിൻ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹാലേലുയ. സഭയായി നമ്മെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി ജോയിൻ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പുതുമുഖങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ, ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാ നിലകളിലും ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വർഷത്തിന്റെ ആരംഭദിനം മുതൽ ഇന്ന് വരെയും ദൈവം ഞങ്ങളെ നടത്തി ഞങ്ങൾക്ക് വേണ്ടുന്ന നന്മകൾ, ആശ്വാസങ്ങൾ തന്ന് പകർച്ചവ്യാധിയുടെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ച് അനർത്ഥങ്ങളിൽ ഒന്നും ദോഷമായി സംഭവിക്കാതെ കൃപയുടെ കരങ്ങളാൽ ഞങ്ങളെ മറച്ച് ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. സകല മാനവും മഹത്വവും സകല പുകഴ്ചയും ആരാധനയും ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലെ കൂടി വരവ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണമേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പാട്ടുകൾ പാടുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ. ആമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ഇവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. നല്ല വചനങ്ങളാൽ അവിടുന്ന് ഞങ്ങളെ ഘോഷിപ്പിക്കണമേ. അങ്ങയുടെ ദാസനെ അതിനായി ശക്തീകരിക്കണമേ. ആദിയോടുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ ക്രിയ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. യാതൊരുവിധ തടസ്സങ്ങളും ഈ യോഗത്തിൽ കടന്നു വരാതെ സ്വർഗം സകലത്തെ നിയന്ത്രിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പുനനാഥന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം സ്തോത്രം ചെയ്ത് യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ കൂടി വരവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത സകല നന്മകൾക്കായി, സകല ഉപകാരങ്ങൾക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലേലൂയ, ഹാലേലൂയ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹാലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമായ കർത്താവേ, ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഈ ആണ്ടിന്റെ അവസാന ദിവസങ്ങളിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ പാദപീഠത്തിൽ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവ അവസരങ്ങൾ തന്നു. പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പൊതു മീറ്റിംഗ് ആയി കടന്നു വന്നിരിക്കുന്നു. ഈ ഓൺലൈനിൽ കൂടെയുള്ള മീറ്റിംഗ് എല്ലാ നിലകളിലും ഒരനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ജോയിൻ ചെയ്തിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമേ. പാട്ടുകൾ പാടി അങ്ങേ ആരാധിപ്പാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ, അങ്ങയുടെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകൾ കേൾപ്പാൻ, ആമേൻ. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിന്റെ ജനത്തോട് നീ കരുണ കാണിക്കണം. ശാരീരികമായും മാനസികമായും ആത്മീയമായും ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചറിയുവാൻ ഇവിടുന്ന് ഇടയാക്കണമേ. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ ദൈവമക്കൾ ജോയിൻ ചെയ്ത് അങ്ങേ ആരാധിക്കുമ്പോൾ, അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ അവിടുത്തെ അളവറ്റ കൃപകളെ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചാണ്. പാട്ടുകൾ പാടുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം. വിവിധ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിപ്പാൻ തിരുകൃപ ഞങ്ങളിൽ പകരണം. അങ്ങയുടെ ദാസിൽ കൂടെ നല്ല വചനങ്ങളെ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ആദ്യോടൊന്ന് ദൈവാത്മാവ് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണം. യാതൊരു വിധമായ തടസ്സങ്ങളും ഈ മീറ്റിംഗിൽ കടന്നു വരരുത്. സ്വർഗം സകലത്തെ നിയന്ത്രിക്കണം. ഞങ്ങളുടെ കുറുമ്പുകളെ കർത്താവ് ക്ഷമിക്കണം. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാലിന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. ഇപ്പോൾ നാം പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാനായി പോവുകയാണ്. ചർച്ച് കൊയർ ആമേൻ ആമേൻ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. നമ്മുടെ ഭവനങ്ങളിൽ, റൂമുകളിൽ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ അവരോട് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. Hallelujah. Praise the Lord. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസവും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസഭയായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അല്പസമയം നാം ദൈവത്തെ പാടി ആരാധിപ്പാൻ പോവുകയാണ്. നാം വിദൂരെങ്കിലും അടുത്തല്ലെങ്കിലും ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. നമ്മുടെ സ്തുതികൾ ഹല്ലേലൂയ കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. അതിനാൽ പൂർണ്ണ മനസ്സോടെ ഏകാഗ്രതയോടെ ദൈവത്തെ പാടി ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ആ നല്ലവനായ കർത്താവിനെ ഒന്ന് പാടി മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. എല്ലാവരും അവരുടെ അധരങ്ങളെ തുറന്ന് ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Father, we bless your name, Jesus. Hallelujah. Thank you for your love, Father. Hallelujah. അല്പസമയം നമുക്ക് ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമല്ലോ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Thank you, Lord. Thank you, Lord. Thank you, Jesus. Hallelujah. ആരാധനയ്ക്ക് യോഗ്യനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Hallelujah. 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 സ്തുതിക്ക് യോഗ്യ യേശു को आभारी दिल से आराधना, महिमा के योग्य यीशु को संपूर्ण आत्मा से आराधना, स्तुति के योग्य यीशु को आभारी दिल से। आइए मिलकर गाएं आमीन। महिमा के योग्य यीशु को संपूर्ण आत्मा से आराधना, आमीन। आराधना स्तुति आराधना, हालेलुया स्तुति आराधना, आमीन। आराधना स्तुति आराधना, हालेलुया स्तुति आराधना, पूरे बल से आराधना, पूरे मन से। यस मिलकर गाए पूरे बल से, पूरे बल से आराधना, पूरे मन से आराधना, आमीन। वचन देदारी हुआ, यीशु का वचन छुड़ाने वाला, वो वचन देदारी हुआ। यस यीशु का वचन छुड़ाने वाला, दया का सागर यीशु को आत्मा से आराधना, आमीन। दया का सागर यीशु को, आमीन। आत्मा से आराधना, मिलकर गाएं आराधना, आमीन। आराधना स्तुति आराधना, हालेलुया स्तुति आराधना, आमीन। आराधना स्तुति आराधना, हालेलुया स्तुति आराधना, पूरे बल से आराधना, पूरे मन से आराधना, आमीन। पूरे मन से आराधना, पूरे मन से। स्तुति के योग्य, आमीन। स्तुति के योग्य यीशु को आभारी दिल से आराधना, महिमा के योग्य यीशु को संपूर्ण आत्मा। स्तुति के योग्य, आइए थाली बजाकर। स्तुति के योग्य यीशु को आभारी दिल से आराधना, महिमा के योग्य यीशु को संपूर्ण आत्मा से आराधना, मेरा आराधना स्तुति आराधना, हालेलुया हालेलुया, आमीन। आराधना स्तुति आराधना, हालेलुया स्तुति आराधना, पूरे बल से आराधना, पूरे मन से आराधना, आमीन। पूरे
हालेलुया पूरे मन से आराधना, ओ आमेन आराधना स्तुति आराधना हालेलुया यस मिलकर गाए आराधना आमेन आराधना स्तुति आराधना हालेलुया स्तुति आराधना पूरे बल से आराधना पूरे मन से Yes, thank you Lord Jesus पूरे बल से आराधना पूरे मन से आइए मिलकर गाए स्तुति के योग स्तुति के योग्य यीशु को आभारी दिल से आराधना धन्यवाद यीशु आमेन महिमा के योग्य यीशु को संपूर्ण आत्मा से आराधना आमेन स्तुति के योग्य यीशु को आभारी दिल से आराधना महिमा के योग्य यीशु को संपूर्ण आत्मा से आराधना आमेन आराधना स्तुति आराधना हालेलुया स्तुति थैंक यू लॉर्ड आराधना स्तुति आराधना हालेलुया स्तुति आराधना पूरे बल से आराधना पूरे मन से आराधना पूरे बल से आराधना पूरे मन कर गाए आराधना मेरा आराधना स्तुति आराधना हालेलुया स्तुति आराधना धन्यवाद यीशु आराधना स्तुति हालेलुया स्तुति आराधना पूरे बल से आराधना पूरे मन से आराधना स्तुति हो परमेश्वर पूरे बल से आराधना पूरे मन से आराधना हालेलुया हालेलुया अपने हाथों को उठाकर परमेश्वर की स्तुति करे हालेलुया धन्यवाद യേശു അവൻ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് അല്പനിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിക്കാമല്ലോ നാഥാ ഹല്ലേലൂയ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ദാനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ നാളിതു പോരാ ആയുസ്സുമിതു പോരാ യെസ് നാവിതു പോരാ നാളിതു പോരാ ചേർന്ന് പാടിക്കാം ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ഓ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ നാളിതു പോരാ ആയുസ്സുമിതു പോരാ നാവിതു പോരാ നാളിതു പോരാ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നു താങ്ങി നടത്തിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ നാളിതു പോരാ നാവിതു പോരാ നാളിതു പോരാ പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ ആമേൻ പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നന്ദിയപ്പ ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ നാളിതു പോരാ ആയുസ്സുമിതു പോരാ നാവിതു പോരാ നാളിതു പോരാ ആയുസ്സുമിതു പോരാ ആമേൻ കാരിരുൾ വാണികൾ തറയപ്പെട്ടത് എന്റെ
പെട്ടത് എൻ പേർക്കായല്ലോ. ആമേൻ. ക്രൂശിലെ സ്നേഹമോർക്കുമ്പോൾ നന്ദി കർത്താവേ. ക്രൂശിലെ സ്നേഹമോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കായല്ലോ. ആമേൻ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർക്കായല്ലോ. ആമേൻ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്ന നന്ദി കർത്താവേ. ഓരോ ദിനം അത് ഓർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾ ചേർന്ന് പാടാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നന്ദി കർത്താവേ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു ദൈവം ചെയ്ത, ആമേൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാനോ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പാപിയാവനെ. ആമേൻ. പാപിയവനെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. യെസ്. പാപിയാവനെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. ഓ, ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ എൻ കണ്ണുകൾ ചേർന്ന് പാടാം. ദൈവം ചെയ്ത, ദൈവം ചെയ്ത നന്ദിനാഥ. നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ഓ, നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ദൈവം ചെയ്ത, ദൈവം ചെയ്ത ഹല്ലേലൂയ. നന്ദി ആമേൻ. പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്ദി കർത്താവേ. നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ആമേൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ആമേൻ. നാവിതു പോരാ, ഒരു പ്രാവശ്യം കൂടെ ദൈവം ചെയ്ത നന്മകൾ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം ഹല്ലേലൂയ. നന്ദി നന്ദി കർത്താവേ. പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നന്ദിനാഥ. നാവിതു പോരാ, നാളിതു പോരാ. ഒരു പ്രാവശ്യം കൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നന്ദിനാഥ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. ആമേൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സുമിതു പോരാ. നന്ദിനാഥ. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം കർത്താവേ. നന്ദിനാഥ, നന്ദിനാഥ. ഹല്ലേലൂയ. എത്ര പേർക്ക് അനുഭവത്തോടെ ആ നല്ല കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും. കർത്താവേ, അങ്ങ് നന്മയല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല നാഥ. തിന്മയ്ക്കായി ഒന്നും തന്നെ കർത്താവേ, ഹല്ലേലൂയ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ചെയ്തിട്ടില്ല. കർത്താവെ, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി കർത്താവേ. ഒരു വർഷം മുഴുവൻ നീ ഞങ്ങളെ പരിപാലിച്ചു കർത്താവേ. അങ്ങയുടെ കർത്താവേ, ഹല്ലേലൂയ, പരിപാലനത്തിനായി സ്തോത്രം. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അല്പനിമിഷം നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ആ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. നമ്മെ ശ്രദ്ധിപ്പാൻ ആരുമില്ലായിരിക്കും, നമ്മെ കേൾക്കുവാൻ ആരുമില്ലായിരിക്കും. എന്നാൽ നമ്മുടെ സ്തുതികൾ കേൾക്കുന്ന ഒരു സ്വർഗ്ഗീയ പിതാവ് ഉയരത്തിലുള്ളതിനാൽ നന്ദിയുള്ള ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും, വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. ഒന്ന് പാടാമോ? യേശു മാത്രം,
യേശു മാത്രം. നന്ദി കർത്താവേ. യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല. ഒന്ന് അനുഭവത്തോടെ പാടാമോ? എന്റെ പ്രിയനെ പോലാരുമില്ല. എന്റെ യേശുവെ പോലെ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല. നന്ദി കർത്താവേ. ഓ എന്റെ പ്രിയനെ പോലാ യേശു മാത്രം. ഓ യേശു മാത്രം. യേശു മാത്രം സ്തുതികൾ. യെസ്, നീ മാത്രം കർത്താവേ. വേറെ ആരും വേറെ ഒന്നും എന്റെ പ്രിയനെ പോൽ യോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരുമില്ല. യേശുവേ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലെ ആരുമില്ല. അപ്പ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേക്ക് തുല്യം ചൊല്ലുവാൻ ആരുമില്ല നാഥ. അങ്ങ് മാത്രം സകല ആരാധനയ്ക്കും സകല സ്തുതികൾക്കും യോഗ്യൻ കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഇന്ന് തൊട്ട് നടക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുവാൻ, ആരാധനയ്ക്കും സ്തുതിക്കും വന്ദനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ നമ്മുടെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ. യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ സ്തുതികൾക്ക് യോഗ്യൻ. നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ കർത്താവ് ഒരിക്കൽ തന്നെ നല്ല സാവകാശത്തെ ഓർത്ത് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ മഹത്വം അർപ്പിക്കാം. പാട്ടുകൾ പാടുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരണം. ദൈവസഭയായി ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഈ 2020 അതിന്റെ ആരംഭ ദിവസം മുതൽ ഇന്ന് വരെ ദൈവം നമുക്ക് നല്ലവനായിരുന്നു. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. എങ്കിലും ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം എത്ര വലുതായിരുന്നു. സ്തോത്രം. ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ വിടുതലും ആശ്വാസവും തന്ന് ശത്രു നമ്മെ കാണാതെ, ദുഷ്ടൻ നമ്മെ തൊടാതെ, വിശ്വസ്തയുടെ ചിറകിന്റെ കീഴിൽ നമ്മെ പരിപാലിച്ച് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, ദൈവത്തിന്റെ സ്നേഹത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ വർഷം നമ്മെ വിട്ടു പോകും. ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കാം. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവസഭയിലെ ദൈവമക്കളെ എല്ലാവരെയും ഓർക്കാം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ഈ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പാർത്ത് കർത്താവിനെ സേവിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ദൈവകൃപ പകരണം. നമ്മെ സ്നേഹിച്ച ഇന്ന് രാത്രിയിൽ അനേക പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പ്രതികാര രോഗികളായി കഴിയുന്നവരുണ്ട്. ശാരീരികമായ, മാനസികമായ വ്യതകളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരുടെ വിടുതലിനും ആശ്വാസത്തിനുമായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ സഭയിലുള്ള എല്ലാ ദൈവമക്കളെ ഓർക്കാം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക എബനേസർ ബിൽഡിംഗിലുള്ള പ്രിയ സാലിസ് സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്നുവല്ലോ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് തന്റെ ദാസിക്ക് ഒരു വിടുതലായി തീരണം. തമ്പി പാസ്റ്ററുടെ വൈഫിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ദൈവികമായ ഒരു വിടുതൽ
തന്റെ ദാസരുടെ മേൽ ദൈവം നൽകണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്റ്റാലിൻ ബ്രദറിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ ആക്സിഡന്റിൽ നിന്ന് ദൈവം വിടുവിച്ച് പൂർണ്ണമായ ഒരു സൗഖ്യം ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. എറണാകുളം പോത്താനിക്കാട് ചർച്ച് മെമ്പർ ആയിരിക്കുന്ന രാജേഷ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ക്യാൻസറിനാൽ ഭാരപ്പെടുന്നുവല്ലോ, ദൈവസഭയുടെ പ്രാർത്ഥന ഇന്ന് രാത്രിയിൽ ഒരു വലിയ വിടുതലായി തീരട്ടെ. നമ്മുടെ സെന്ററിൽ, റീജിയനിൽ, ഉത്തര ഭാരതത്തിൽ വിവിധ നിലകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാരുടെ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ ദൈവം വിടുതലിന്റെ കരമയക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഒരു വലിയ വിടുതലായി തീരട്ടെ. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, പട്ടണങ്ങളെ ഓർക്കാം, വില്ലേജുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങിങ്ങായി കർത്തൃവേല ചെയ്യുന്ന ദൈവമക്കൾ, അവരുടെ കുടുംബങ്ങൾ, ദൈവദാസന്മാർ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മഹാവ്യാഹാദിയുടെ മധ്യത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് വെളിപ്പെടണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയായി ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളിൽ, റൂമുകളിൽ, വാഹനങ്ങളിൽ, ജോലി സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടണം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കർത്തൃദാസന്മാർ എല്ലാവരും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദൈവവചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. തന്റെ ദാസനിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കണം. കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് ഒരു അനുഗ്രഹമായി തീരണം. അല്പസമയം നമുക്ക് ഈ വിഷയങ്ങളെ ഓർത്തുന്ന സ്തോത്രം ചെയ്താണ് ഒരു വിധത്തിലും ഒരു തടസ്സങ്ങൾ കടന്നു വരാതെ ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയം കൂടി ഒന്ന് സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്കലേശ്വരിൽ നിന്ന് ബ്രദർ മാത്യു ഡാനിയൽ, കെസിയുടെ പിതാവ്, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. Praise the Lord. Hallelujah. 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, അനുഗ്രഹീതമായ കർത്താവേ, ഈ രാത്രി സമയത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവേ ഓൺലൈൻ മീഡിയയിലൂടെ കർത്താവേ സ്തോത്രം ഒരുക്കപ്പെട്ടിരിക്കുന്ന കർത്താവേ ഈ പ്രത്യേക മീറ്റിംഗിന്റെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിവിധ സ്ഥലങ്ങളിലായി, കർത്താവേ സ്തോത്രം രാജ്യങ്ങളിലായി, ഹല്ലേലൂയ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുന്നുകൊണ്ട് കർത്താവേ ഈ മീഡിയയിലൂടെ അവിടുത്തെ പാതപിടുത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശേഷിയാൽ കർത്താവേ ഹല്ലേലൂയ പേര് പറയപ്പെട്ട ഹല്ലേലൂയ രോഗികൾക്കായി കർത്താവേ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ നീ ലോകത്തിലായിരുന്നപ്പോൾ ജനത്തെ കണ്ട് അവരോട് മനസ്സലിഞ്ഞ് അവിടെ രോഗികളെ സൗഖ്യമാക്കിയ യേശു ഹല്ലേലൂയ ഇന്നും സൗഖ്യദായകനായി ഹല്ലേലൂയ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ വിടിപ്പാൻ ശക്തനായ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. കർത്താവേ പേര് പറയപ്പെട്ടതായ ഹല്ലേലൂയ എല്ലാ നിന്റെ മക്കളെയും ഹല്ലേലൂയ അവിടെ രോഗശയ്യമേൽ കടന്നു നിന്ന് സൗഖ്യം, വിടുതലും, ആശ്വാസവും ആരോഗ്യം നൽകുവാൻ പിതാവേ ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുകയാണപ്പോ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. പിതാവേ ഹല്ലേലൂയ ഞങ്ങൾ വിവിധയിടങ്ങളിലായിരുന്നു അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിൽ തോടുന്നതായിരിക്കുന്ന സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്നതായ കർത്താവേ വചനത്തെ അയച്ച് കർത്താവേ രോഗികളായിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രൈസ് ടു ജീസസ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുവാൻ പോകുന്നതിനാൽ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ മഹാവ്യാധിയാല് മറ്റു മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെട്ട് ആശുപത്രികളില്, അത്യാവശ്യ നിലകളില് കർത്താവേ ജീവനും മരണത്തിനും മധ്യേ മല്ലടിക്കുന്നതായ അനേക രോഗികളുണ്ടല്ലോ കർത്താവേ ഞങ്ങളുടെ സ്റ്റേറ്റില്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളില് കർത്താവേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അനേക ലക്ഷങ്ങളുണ്ടല്ലോ കർത്താവേ നീ അവരെ ഓർക്കണമേ. ഹല്ലേലൂയ കരുണ ചെയ്യണമേ, വിടുതലും ആശ്വാസവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് കർത്താവ് ഇങ്ങനെ ഒരു കൂടിയൊരു തന്നനാൽ സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് പ്രേരണത്തിന് അനുഗ്രഹിക്കണമേ. വിവിധ വിഷയങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ കർത്താവേ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ഓരോരുത്തരുടേതായിരിക്കുന്ന രഹസ്യം പരസ്യമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം കരുണ സഹായിപ്പാൻ പരിപാലിപ്പാൻ ഹല്ലേലൂയ അങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം കർത്താവേ ഞങ്ങളുടെ വചനമായി
സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രാത്രികാലം അങ്ങയുടെ വചനം സൃഷ്ടിക്കുവാൻ അങ്ങയുടെ വിലയേറിയ ദാസനെ സഹകരിക്കണമേ. ക്രൂശിങ്ങൾ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും പ്രത്യാശയെ വളർത്തുന്നതുമായിരിക്കുന്ന കർത്താവേ തീരുവാൻ ഞങ്ങൾ അതിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അങ്ങയുടെ വലിയ ഹൃദ്യനായ കുടുംബത്തിനായ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. പ്രൈസ് യു ജീസസ്. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ മനോഹരമായ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിൽ സമയങ്ങൾ വേർതിരിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ സഹോദരി സഹോദരന്മാർക്കും, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ, പ്രായമുള്ള മാതാപിതാക്കൾ, ആമേൻ, കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, ക്ഷണം സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാനും കർത്താവിന്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാനും ഇവിടെ ഇടയായി തീരട്ടെ. വളരെ ക്ലേശം നിറഞ്ഞ ഒരു വർഷമായിരുന്നു 2020 വർഷം. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്നു മുതൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയൊക്കെ സമയം വേർതിരിക്കുക. പകൽക്കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ആമേൻ പ്രാർത്ഥനയിൽ സമയങ്ങൾ നാം സൂം മീറ്റിംഗ് ആയി നാം കൂടി വരുന്നു. ആമേൻ. ദിനരാത്രങ്ങൾ നടക്കുന്ന ഈ മീറ്റിംഗ് എല്ലാ നിലകളിലും ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പിന്നെയും ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദേശത്തിനു വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ആമേൻ, വലിയ ദൈവപ്രവൃത്തി ദേശത്ത് വെളിപ്പെടേണ്ടതിന് വേണ്ടി, ദൈവസഭയുടെ ആത്മീയ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ജനുവരി മാസം 2-ാം തീയതി വൈകിട്ടോടുകൂടി മാത്രമേ ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയുള്ളൂ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളായിരിക്കാം. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സംരക്ഷണവും എത്ര വലുതായിരുന്നു. ആമേൻ, വളരെ പ്രയാസ പ്രതിസന്ധികൾ നാം അനുഭവിച്ചു. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ദൈവമക്കൾ ചിലർ രോഗികളായി തീർന്നു. എങ്കിലും അതിന് മധ്യത്തിൽ ദൈവം നമുക്ക് നൽകിയ ആശ്വാസത്തിനും വിടുതലിനും പ്രത്യാശയ്ക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആമേൻ. പ്രത്യേക നാസിക്കിൽ നിന്ന് ആമേൻ കർത്താവിന്റെ ദാസൻ തോമസ് ഇന്ന് രാത്രി നമ്മുടെ മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ട്. ദൈവദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ലഭിച്ച ഈ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആമേൻ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നാം കേൾപ്പാനായിട്ട് പോവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രാരംഭ രാത്രിയിൽ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ജേക്കബ് ആണ്. ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഷാരോൺ ഫെലോഷിപ്പിന്റെ ഫെലോഷിപ്പ് ചർച്ചിന്റെ അനുഗ്രഹിത ഒരു കർത്തൃദാസനാണ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ജേക്കബ്. ആമേൻ. നമ്മോട് ഒന്നിച്ച് ഇന്ന് രാത്രിയിലായിരിക്കുന്നു. ആമേൻ. തിരുവല്ലായുള്ള ഷാരോൺ ബൈബിൾ കോളേജിന്റെ രജിസ്ട്രാറായി ദീർഘവർഷങ്ങളായി കർത്താവിന്റെ ദാസൻ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കേരളത്തിൽ കുന്നുംപുറം ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ ശുശ്രൂഷകനായും ആമേൻ സെക്ഷൻ സെക്രട്ടറി ആയി കർത്താവിന്റെ ദാസൻ സേവനം അനുഷ്ഠിക്കുന്നു. ഒറീസയിലുള്ള നമ്മുടെ സഭകളുടെ ചുമതല കർത്താവിന്റെ ദാസൻ വഹിക്കുകയാണ്. വിവിധ നിലകളിൽ ഉത്തര ഭാരതത്തിൽ, കേരളത്തിൽ കർത്താവ് തന്റെ ദാസനെ ശുശ്രൂഷയിൽ അവിടുന്ന് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്തൃദാസനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിന്റെ ദാസൻ നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാരംഭമായി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഈ ആണ്ടിന്റെ അവസാനം ദൈവം നമുക്ക് നൽകുന്ന ദൈവിക ദൂത് നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു വലിയ വിടുതലായി തീരട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ദൈവിക ശുശ്രൂഷകൾക്കായിട്ട്
കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ജേക്കബിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. തന്റെ ജീവിതാനുഭവങ്ങൾ, തിരുവചന ശുശ്രൂഷകൾ നമുക്കൊരനുഗ്രഹമായി തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. കേൾക്കാമോ? ഓക്കെ. കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കുടിയൊരുവിൽ ഇന്ന് രാത്രി സമയം ദൈവമക്കളോട് ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ ജീവിതത്തിന്റെ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ബസായി റോഡ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിനത്തിൽ ആയിരിക്കാൻ കർത്താവ് ഇങ്ങനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റീവൻ ജോർജിനായും അതുപോലെ സഭയിലെ എല്ലാ ദൈവമക്കൾക്കായും അതുപോലെ ഈ ഓൺലൈൻ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സ്റ്റീഫൻ ജോർജ് എനിക്ക് വളരെ സ്നേഹമുള്ള ഒരു കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ദൈവസനിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PM ജോർജ് അവറുകൾ ദീർഘവർഷങ്ങൾ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സ്ഥാപനമായ ഷാരോൺ ബൈബിൾ കോളേജിലെ അധ്യാപകനായിരുന്നു. സഹോദരങ്ങളെല്ലാവരും മക്കളെല്ലാവരും കർത്താവിന്റെ വേലയിലായിരിക്കും എന്നുള്ളത് വളരെയധികം അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ പാസ്റ്റർ ബിജു ജോർജിനെ ഞാൻ 3 വർഷക്കാലം ദൈവവചനം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ആ പ്രിയ കുടുംബമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ദൈവമായ കർത്താവ് ദാസനെയും തന്റെ ശുശ്രൂഷകളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവസഭയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും സഭയോടുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ 28 വർഷക്കാലം കർത്താവിന്റെ ഒരു ദാസനായി നിൽക്കുവാൻ, ശുശ്രൂഷകനായി നിൽക്കുവാൻ ദൈവം എന്റെ ജീവിതത്തില് ഭാഗ്യം നൽകി. എന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. 1992 കാലയളവിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ശുശ്രൂഷകനായി രാജസ്ഥാനിലെ കോട്ടായിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. തുടർന്ന് ബാംഗ്ലൂരിലും ഞാൻ സഭാ ശുശ്രൂഷയിലായിരുന്നു. തുടർന്ന് എന്റെ MDH പഠനം നടത്തുവാനും ദീർഘവർഷങ്ങൾ ബൈബിൾ സ്കൂളിലുള്ള ബന്ധത്തിലെ ഫെയ്ത്ത് തിയോളജി സെമിനാരി, അതുപോലെ ഷാരോൺ ബൈബിൾ കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതിനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അനേക ദൈവദാസന്മാരെ ദൈവവചനം പഠിപ്പിക്കാനുള്ള ഭാഗ്യം കർത്താവ് തന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള ഒറീസയിലുള്ള നമ്മുടെ സഭകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലും അതുപോലെ നേപ്പാളിലും ചില ദൈവദാസന്മാര് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് ദൈവമക്കള് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അധിക സമയം മുഖവരിയായി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവദാസനെ ഓർപ്പിച്ചതുപോലെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ പ്രശ്ന സങ്കീർണമായ ഒരു വർഷക്കാലമാണ് നാം കടന്നുപോയത്. ഈ വർഷത്തിന്റെ ഏകദേശം അവസാന സമയങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ തലമുറയിൽ നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തതായ അനുഭവങ്ങളിലൂടെയാണ് ഒരു വർഷം നാം കടന്നുപോയത്. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും ഇങ്ങനെ ഓൺലൈൻ മീഡിയയിലൂടെ ദൈവത്തെ ആരാധിക്കുക എന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ദൈവം ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ നമ്മെ കടത്തിവിടുന്നതിന് ഇടയായിത്തീരും. ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു വലിയ വിശ്വാസത്തോടു കൂടെ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു വലിയ വിശ്വാസത്തോടു കൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടെ ധൈര്യമായി നമുക്ക് തരണം ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്റെ ജീവിതാനുഭവത്തിൽ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ദൈവമായ കർത്താവ് നമ്മയൊക്കെ സഹായിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് സന്ധ്യാസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 33 വേഴ്സസ് 1 to 3. യെസ്. ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും ദൈവമായി അവർ എനിക്ക് ജനമായി നിൽക്കും. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. കാവൽപുരം ശരി, ഓക്കെ. യിരെമ്യാവേ, കാവൽപുരം മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കും. യഹോവയുടെ അരുളപ്പാട്,
രണ്ടാം പ്രാവശ്യം അവൻ ഉണ്ടായതെന്തെന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ എന്ന നാമം ഉള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. മതി. ദൈവത്തിന്റെ ദാസനായ യിരെമ്യാവ് ഇസ്രായേലിൽ വളരെ അതിശക്തമായ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവഭക്തനായിരുന്നു. നാം സാധാരണ അദ്ദേഹത്തെ വിളിക്കുന്നത് കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാണ്. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന പേരിലാണ് യിരെമ്യാവ് അറിയപ്പെടുന്നത്. തന്റെ ജീവിത യാത്രയിൽ, തന്റെ ശുശ്രൂഷ വേളകളിൽ വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു ദൈവഭക്തനാണ്. എന്നാൽ ഈ യിരെമ്യാ പ്രവചനം നമ്മൾ വായിക്കുന്ന സമയത്ത് വളരെ ശക്തമായ പ്രവചന സന്ദേശങ്ങളാണ് ഈ വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ ദാസൻ നൽകുന്നതെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാനായി കഴിയും. ഈ യിരെമ്യാവിനെ ദൈവം വിളിക്കുന്ന വേദഭാഗം, അതിന്റെ 1-ാം അധ്യായം 1 മുതലുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, തന്റെ അമ്മയുടെ ഉദരത്തിൽ താൻ ഉരുവാകുന്നതിന് മുൻപേ ദൈവം തന്നെ അറിഞ്ഞ് തന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി ആക്കി വെച്ചുവെന്ന് നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുവാൻ സാധിക്കും. തന്നെ ദൈവം വിളിച്ച സമയത്ത് ഞാൻ ബാലനാണ്, എനിക്കിങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് യിരെമ്യാവ് പറയുമ്പോൾ, നീ ബാലൻ എന്ന് പറയരുത്, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചിരിക്കുന്നുവെന്ന് ദൈവം തന്നോട് പറയുകയാണ്. എനിക്ക് തന്റെ ശക്തമായ ശുശ്രൂഷയെ കുറിച്ചും ദൈവം വെളിപ്പെടുത്തുകയാണ്. 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വരുന്നതായ സമയത്ത് നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും നടുവാനും പണിവാനുമുള്ള ശക്തമായ ഒരു ശുശ്രൂഷ ദൈവം തന്നെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് താനെ പിന്മാറിപ്പോയ സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെ നിയോഗിച്ച് അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യിരെമ്യാവിന്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ, തന്റെ ജീവിതാനുഭവങ്ങളിൽ വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും താൻ അഭിമുഖീകരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 32-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആ കാലത്തെ യഹൂദിലെ രാജാവായ സിദക്കിയാവിന്റെ കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നോട് വചനങ്ങൾ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലയളവാണ്. BC 8-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ വിധത്തിലും ഇസ്രായേലിൽ അധപ്പതനം സംഭവിച്ച ഒരു കാലയളവാണ്. ധാർമ്മികമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെ വളരെയധികം അധപ്പതനം സംഭവിച്ച ഒരു കാലയളവായിരുന്നു BC 8-ാം നൂറ്റാണ്ട്. ഈ കാലയളവിലാണ് ദൈവത്തിന്റെ ദാസന്മാരായ യെശയ്യാവ്, ആമോസ്, ഹോശയ, മീഖ തുടങ്ങിയ ദൈവഭക്തന്മാരെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിക്കുന്നത്. എന്നാൽ യിരെമ്യാവ് ശുശ്രൂഷിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് BC ഏകദേശം 620-625 കാലയളവാണ്. അതായത് നെബൂഖദ്നേസർ ഇസ്രയേലിനെ അടിമകളായി, അല്ലെങ്കിൽ ബാബേൽ പ്രവാസത്തിലേക്ക് ഇസ്രയേൽ മക്കൾ യഹൂദ അടിമകളായി പോകുന്നതിന് തൊട്ട് മുമ്പുള്ളതായ കാലയളവിൽ, അല്ലെങ്കിൽ ആ പ്രത്യേക കാലയളവിലാണ് ശക്തമായ ദൈവിക സന്ദേശം നൽകുവാനായിട്ട് ദൈവം തന്റെ ദാസനായ യിരെമ്യാവിനെ നിയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ 33-ാം അധ്യായത്തിലെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, താനിപ്പോൾ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ദൈവം തന്നെ ശക്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന്റെ വചനം അവന്റെ വായിന്മേൽ, ദൈവം നാവിന്മേൽ നൽകി കൊടുത്തു. ദൈവം അവനെ ശക്തീകരിച്ച് അയച്ചു. എന്നാൽ ജീവിത സാഹചര്യങ്ങളിൽ, ശുശ്രൂഷ വേളകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ തന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കും. നാം ഇപ്പോൾ നമ്മുടെ കാലയളവിനെ കുറിച്ച് പറയുന്നത് ലോക്ക്ഡൌൺ എന്നാണ്, ക്വാറന്റൈൻ എന്നാണ് പറയുന്നത്. അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ പ്രവർത്തിപ്പാൻ കഴിയാത്തതായ, സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റ് നിലകളിലൊക്കെ വളരെ മാന്ദ്യം സംഭവിക്കുന്ന, നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതായ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിലാണ് നാം ഒക്കെ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ നാം ഒതുങ്ങിയിരിക്കുന്നതായ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും
കഴിയാത്തതായ അവസ്ഥയിൽ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയുമെന്നും ദൈവത്തിൻ്റെതായ ആലോചനകൾ, ദൈവത്തിൻ്റെതായ ശബ്ദങ്ങൾ, കർത്താവിന്റെ വെളിപ്പാട് നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ, യിരെമ്യാവിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. യിരെമ്യാവിന്റെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ താൻ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയം അവിടെ യിരെമ്യാവ് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും ന്യായങ്ങളെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാവ് പറയുകയാണ്, ദുഷ്ടന്മാരെപ്പോഴും അവരെ ശുഭമായിരിക്കുന്നു, നീ അവരുടെ അന്തരംഗത്തിൽ ദൂരസ്ഥനാണ്, അവരുടെ വായിൽ നീ സമീപസ്ഥനാണ്. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകുന്നു. എങ്കിലും എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കടന്നു വരുന്നത് എന്താണ്? പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ദൈവത്തോട് ചോദിക്കാറുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. പലപ്പോഴും പല ചോദ്യങ്ങൾക്കും നമുക്ക് അന്നേരം വ്യക്തമായ മറുപടി ലഭിച്ചുവെന്ന് വരികയില്ല. എന്നാൽ കാലക്രമത്തിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവം അതിനൊക്കെ ഒന്നൊന്നായി മറുപടി, നാം കടന്നു പോകുന്ന അവസ്ഥകളിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന നന്മകളെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ ദൈവം യിരെമ്യാവിനോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. കാലാളുകളോട് ഓടി നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടെ നീ എങ്ങനെ മത്സരിച്ചോടും? യോർദാന്റെ സമാധാന ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? നീ ഇപ്പോൾ ചില പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യിരെമ്യാവ് എപ്പോഴും നല്ല ഒരു സാഹചര്യം, സന്തോഷകരമായ ഒരു സാഹചര്യമാണ് താൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും, ഏത് അനുഭവങ്ങളിലായിരുന്നാലും, എത്ര പ്രതിസന്ധികളിലൂടെ ആയിരുന്നാലും ആ അനുഭവങ്ങളിലൂടെയൊക്കെ ഉയർന്നു വരുവാനാണ് ദൈവം യിരെമ്യാവിനെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മൾ കടന്നു പോകുന്നതായ ആ പശ്ചാത്തലങ്ങളിലൊക്കെ അതിൽ താണുപോകുവാനല്ല, അതിൽ ഉയർന്നു വരുവാൻ, ശക്തിയോടെ നിൽക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം അതിനുള്ളതായ പ്രത്യേകമായ നിയോഗം, അതിനുള്ളതായ പ്രത്യേകമായ കൃപ, അതിനുള്ളതായ ദൈവിക സാന്നിധ്യം, അതിനുള്ളതായ ദൈവ ശബ്ദം, അതിനുള്ളതായ ദൈവികമായ അരുളപ്പാടുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും കർത്താവിനോട് ചേർന്നിരിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ഭാഗത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഇതുപോലെ അടയ്ക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. നമ്മൾ അടയ്ക്കപ്പെട്ട അനുഭവങ്ങളിൽ ആയിത്തീരുവാൻ പല കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ ഒരിക്കൽ അടയ്ക്കപ്പെട്ട ഒരു അനുഭവത്തിൽ അവരായി തീർന്നു. BC 606 കാലയളവിൽ നെബൂഖദ്നേസർ രാജാവ് യഹൂദയ്ക്ക് എതിരെ കടന്നു വന്ന് അവരുടെ പട്ടണങ്ങളെയൊക്കെ നശിപ്പിച്ച് ഇസ്രായേൽ മക്കളെ അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഈ കാലയളവിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു കാലയളവിലാണ് യിരെമ്യാവ് ദൈവിക സന്ദേശങ്ങൾ കൈമാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ വേണ്ടതുപോലെ അനുസരിക്കുവാൻ കഴിയാതെ ഇരുന്നത് കൊണ്ട്, ദൈവികമായ വഴികളിൽ നടക്കുവാൻ കഴിയാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ന്യായപ്രമാണം വേണ്ടതുപോലെ അനുസരിക്കുവാൻ കഴിയാതെ പോയത് കൊണ്ട് ദൈവം അവരെ ബാബേലിലെ അടിമകളായി അയച്ചു. അങ്ങനെ തങ്ങളുടെ ആരാധന നഷ്ടപ്പെട്ട്, തങ്ങളുടെ ദേശം നഷ്ടപ്പെട്ട്, തങ്ങളുടെ പൈതൃകം നഷ്ടപ്പെട്ട്, തങ്ങൾക്ക് മഹത്വമെന്ന് വിചാരിച്ചതെല്ലാം നഷ്ടപ്പെട്ട് ബാബിലോണിൽ അടിമകളായി, പ്രവാസികളായി പോയ ഇസ്രായേൽ ജനം അവരിപ്പോൾ ഒരു അടയ്ക്കപ്പെട്ട അനുഭവത്തിലാണ് ആയിരുന്നത്. അപ്പൊ അവിടെ നിന്നൊരു വിടുതൽ അവർക്ക് ഒരു കാലത്തും ലഭിക്കയില്ല എന്ന് അവർ ചിന്തിച്ചു പോയ കാലയളവ് അവരുടെ ജീവിതത്തിലുണ്ട്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയ സാഹചര്യമാണ്. കാരണം നെബൂഖദ്നേസർ ആ കാലയളവിലെ ഏറ്റവും ശക്തനായ, മധ്യപൂർവ്വദേശത്തിലെ, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തനായ ഒരു രാജാവായിരുന്നു. നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്ന് അവരെ
വിടിവിപ്പാൻ തക്കവണ്ണം അവിടെ ശക്തനായ ഒരു രാജാവ് ഇല്ലായിരുന്നു. എന്നാൽ ദൈവം ആ സാഹചര്യങ്ങളെ പെട്ടെന്ന് മാറ്റിമറിക്കുന്നവനാണ്. ദൈവത്തിന്റെ ജനം അല്ലെ ദൈവത്തിന്റെ വഴികളിൽ നടക്കേണ്ടവർ, അവന്റെ പ്രമാണം പ്രാപിച്ചവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം അവരെ എന്നേക്കും തള്ളിക്കളയുന്നവനല്ല. പിന്നെയോ മടങ്ങിവരവിനുള്ള ഒരു സന്ദർഭം, മടങ്ങിവരവിനുള്ള ഒരവസരം ദൈവം അവർക്കായി ഒരുക്കുന്നവനാണ്. അതുമാത്രമല്ല, ദൈവം അവരുടെ അവസ്ഥകളെ മാറ്റുന്നവനുമാണ്. അപ്പോൾ നെബൂഖദ്നേസറിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും വിടുവിക്കപ്പെടുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം ബാബേൽ സാമ്രാജ്യത്തെ തകർത്തിട്ട് അതിനുശേഷം വന്നതായ മേദ്യ പേർഷ്യ രാജ്യം അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം, അവിടെ ഉണ്ടായിരുന്ന പ്രധാന രാജാവായിരുന്നതായ സൈറസ് ഇസ്രായേലിനോട് വളരെ അനുഭാവമുള്ള രാജാവായിരുന്നു. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3 മുതലുള്ളതായ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് കോരേഷ് താന് ഭരണം ഏറ്റെടുത്ത സമയത്ത് താനാദ്യം ഒരു വിളംബരം ചെയ്യുകയാണ്. താനൊരു വിളംബരം ചെയ്തിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ആലയം പണിയുവാനായി പോവാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകുവാനുള്ളതായ അവസരമുണ്ട്. എന്നാൽ നമ്മളെ ചരിത്രം പഠിക്കുമ്പോൾ പല ആളുകൾക്ക് മടങ്ങിപ്പോകുവാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ബാബിലോണിലെ അവരുടെ അനുഭവം യഹൂദയിൽ ഉണ്ടായിരുന്ന അനുഭവത്തെക്കാൾ ഭൗതികമായി വളരെ മെച്ചപ്പെട്ട അനുഭവമായിരുന്നു. കാരണം അവരിൽ ചിലരെ അഗ്രികൾച്ചർ കാര്യങ്ങളിലും, ചിലരെ വാണിജ്യ കാര്യങ്ങളിലും, ചിലരെ മറ്റ് കച്ചവട കാര്യങ്ങളിലും, ചിലരെ ബാബിലോൺ മിലിറ്ററിയിലും അതുപോലെ അവിടുത്തെ ഓഫീസേഴ്സ് ആയിട്ടൊക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭൗതികമായി വളരെ നന്മ അനുഭവിച്ചു വരുന്നത് കൊണ്ട് പലർക്കും മടങ്ങിപ്പോകുവാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ചില ദൈവത്തിന്റെ ദാസന്മാർ, നമുക്കറിയാവുന്നതുപോലെ സെരുബാബേല്, യസ്രാ, നെഹമ്യ തുടങ്ങിയതായ ദൈവവൃത്യന്മാർ, അവർ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുവാൻ, അല്ലെ അവരുടെ നേതൃത്വത്തിൽ ഒരു ശേഷിപ്പ് മടങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം, ആ ദൈവകൃപയെ അനുഭവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ നേട്ടത്തെക്കാൾ, ഭൗതികമായ നന്മയേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമെന്ന് പറയുന്നത് ആത്മീയമാണ്, ആത്മീയ വിഷയമാണ്, ആരാധനയാണ്. ശൂന്യമായി കിടക്കുന്നതിനെ പണിതെടുക്കുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്നതിനെ കെട്ടിപ്പടുക്കുന്നതായ അനുഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് കാണുന്നത്? നെഹമ്യാവ് രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു, രാജാവുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയായിരുന്നു, രാജാവിന്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ അധികാരമുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഭൗതികമായി ഉന്നത പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എങ്കിലും യെരുശലേമിന്റെ അവസ്ഥകളെ ഓർത്ത് താന് ഇരുന്ന് കരഞ്ഞതായിട്ട്, ദുഃഖിച്ചതായിട്ട്, ഉപവസിച്ചതായിട്ട്, പ്രാർത്ഥിച്ചതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആരാണ് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്? ആ ഉത്തരവാദിത്വമുള്ള വ്യക്തി മാത്രമേ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുള്ളൂ. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലാതെ ഇരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉത്തരവാദിത്വമുള്ള വ്യക്തി മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെ ആലയം പണിയുവാനായി, മതിൽ പണിയുവാനായി കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒരു വേള അവരെ അടയ്ക്കപ്പെട്ട അനുഭവത്തിലായിരുന്നുവെങ്കിലും ദൈവം അവരുടെ സ്ഥിതിയെ മാറ്റിമറിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും: ഈ വിപരീത അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും വിപരീത അനുഭവങ്ങളെയും നന്മയാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ എതിരനുഭവങ്ങളെ ദൈവം നമുക്ക് നന്മയാക്കി മാറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഇസ്രായേൽ മക്കളെ വാസ്തവത്തിൽ ശിക്ഷാവിധിയുടെ ഭാഗമായിട്ടാണ് ബാബേലിലേക്ക് ദൈവം അയച്ചത്. എന്നാൽ അതും അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറിയെന്ന് നമുക്ക് പറയുവാൻ കഴിയും. സാധാരണ ഇതിനെ കുറിച്ച് പറയുന്നത് ബ്ലെസ്സിങ്സ് ഇൻ ഡിസ്ഗൈസ്. വിപരീത അനുഭവങ്ങളിൽ അനുഗ്രഹം ദൈവം നൽകുന്നവനാണ്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കുണ്ടായതായ നന്മ എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ആലയം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ആരാധന അവർക്ക് പഴയ നിയമ ക്രമം അനുസരിച്ച് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ വന്ന സമയത്ത് അവർ ബാബിലോണിൽ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഒന്നിച്ചുകൂടി പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ അവർ പഠിച്ചു. ഇങ്ങനെയാണ് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്, ഈ സിനഗോഗ് വർഷിപ്പ്, സിനഗോഗ് ആരാധന
ഈ കാലയളവിലാണ് ഉണ്ടായതെന്ന് ഒരു വാദഗതിയുണ്ട്. കാരണം അവിടെ യാഗങ്ങളൊന്നുമില്ല, ഒന്നിച്ചു കൂടിയിരുന്ന് ദൈവത്തിന്റെ വചനം വായിക്കുവാനും അല്ലെ ചുരുളുകളൊക്കെ നിവർത്തി വായിക്കുവാനും അതുപോലെ പ്രാർത്ഥിക്കുവാനും ഒക്കെ കഴിഞ്ഞു. അത് മാത്രമല്ല ലേവ്യരും പുരോഹിതന്മാരും അവർക്ക് മറ്റ് യാഗങ്ങളും ഒന്നും കഴിയയില്ല. അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യം പ്രവാചകന്മാരുടെ എഴുത്തുകളൊക്കെ അവര് പകർത്തി എഴുതി. അതുമാത്രമല്ല അനേക സങ്കീർത്തനങ്ങള് ആ കാലയളവിൽ എഴുതപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്താണ് ദൈവത്തിന്റെ ദാസന്മാരായ യഹസ്കേല്, ദാനിയേല് തുടങ്ങിയ ശക്തന്മാരായ പ്രവാചകന്മാർ എഴുന്നേറ്റ് വരുവാനിടയായത്. അവരൊക്കെ വളരെ ശക്തമായ ദൈവിക സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഭാവി അവരുടെ പ്രത്യാശയെ പുതുക്കുന്നതായ ദൈവിക സന്ദേശങ്ങൾ നൽകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അത് തന്നെയുമല്ല, അവിടെ വെച്ചാണ് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ രേഖകളൊക്കെ എഴുതി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബാബിലോൺ പ്രവാസം അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി മാറിയെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് blessings in disguise. So God is making opposite oppositions into opportunity. നമുക്ക് വിപരീതമായ അനുഭവങ്ങളെ ദൈവം നന്മയാക്കി മാറ്റിയെടുക്കുന്നു. നമ്മളും ഈ ക്വാറന്റൈൻ കാലയളവിൽ നമ്മളെ ഒരുപാട് നല്ല പാഠങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനൊക്കെയുള്ള നല്ല അവസരങ്ങൾ ദൈവം നൽകി. ദൈവദാസന്മാരില്ലാതെ തന്നെ, ശുശ്രൂഷകന്മാരില്ലാതെ തന്നെ ഇരുന്ന് ആ ദൈവസന്നിധിയിൽ ഇരുന്ന് പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് അന്യോന്യം ദൈവവചനം ഷെയർ ചെയ്യുവാനും പ്രബോധിപ്പിക്കുവാനും ഒക്കെ ഉള്ള നല്ല അവസരങ്ങൾ ദൈവം നമുക്ക് നൽകി തരുവാനിടയായി. നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് കെട്ടുപണി ചെയ്യുവാനുള്ള നല്ല അവസരങ്ങൾ ദൈവം നമുക്ക് നൽകി. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കി പണിയുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ ശോധന ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുവാനും ദൈവത്തോട് അടുത്തു വരേണ്ടതായ സാഹചര്യങ്ങളാണ് ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ. നമുക്ക് ഈ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് അറിയാമല്ലോ. യൂറോപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ വളരെ സ്നേഹിക്കുകയും ദൈവത്തെ വളരെ ബഹുമാനിക്കുകയും ദൈവിക കാര്യങ്ങൾക്ക് വളരെ ശുഷ്കാന്തിയോടുകൂടി നിന്ന ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അനേകം മിഷണറിമാരെ കഴിഞ്ഞ നാളുകളിലൊക്കെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയച്ച രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങള്. വെയിൽസിലെ ഉണർവിനെ കുറിച്ചൊക്കെ ദൈവമക്കൾ കേട്ട് കാണും. വെയിൽസിലെ ഉണർവ് ലോക പ്രശസ്തമാണ്. എന്നാൽ ഇന്ന് വെയിൽസിന്റെ അനുഭവം എന്ന് പറയുന്നത് അവിടുത്തെ പള്ളികളിലൊന്നും ആളുകൾ ആരാധനയ്ക്ക് പോകുവാനായിട്ടില്ല. അവിടുത്തെ പള്ളികളൊക്കെ പൊളിച്ച് വിൽക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്വാറന്റൈൻ കാലയളവിൽ ആരോ എനിക്ക് അയച്ചു തന്ന ഒരു വാട്സാപ്പ് വീഡിയോ ഞാൻ ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നു. യൂറോപ്പിൽ ഏത് രാജ്യമാണെന്ന് എനിക്കറിയില്ല. ഒരു രാജ്യത്ത് ആളുകള് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് നടു റോഡില് അവരെ സ്ട്രീറ്റില് ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കാര്യങ്ങള് ഞാൻ വീഡിയോ ക്ലിപ്പിലൂടെ കാണുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം അവസരങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ അലക്ഷ്യമായി വിചാരിച്ച് അതിനെ കാര്യമാക്കാതെ തങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിച്ച ആളുകൾ ഒരു വൈറസിന്റെ മുമ്പിൽ പകച്ചു പോകുന്ന അനുഭവമാണ്. നമ്മുടെ ആത്മീയ ലോകത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. സാഹചര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും അതിനെ വേണ്ടതുപോലെ ചിലവഴിക്കുവാൻ കഴിയാതെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടതുപോലെ സമയം ചെലവഴിക്കുവാൻ കഴിയാതെ നമ്മള് അലക്ഷ്യമായി ചിന്തിച്ച അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഒരു വൈറസിന്റെ മുമ്പിൽ നമ്മൾ പകച്ചുപോയി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ അല്ലെങ്കിൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ മനുഷ്യന്റെ നേട്ടങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെട്ട അനുഭവങ്ങളായിരുന്നു, സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകളൊക്കെ. എത്രയോ ആളുകൾ മരണം വഴിയായി കടന്നുപോയി. എന്നാൽ ഇവിടെയൊക്കെയാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നാം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട്
ചേർന്നിരിക്കുന്ന അനുഭവങ്ങൾ ആയിരിക്കണം. കാര്യം സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന്റെ കൂടെയുണ്ട്, ദൈവം അവനെ സഹായിക്കും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് ദൈവത്തെ ദൂരദേശങ്ങളിലൊക്കെ ഇരുന്ന് ഭവനങ്ങളിലൊക്കെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും ആത്മീയ കൂട്ടായ്മ ആചരിപ്പാനൊക്കെ കഴിയും. അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സ്ഥലങ്ങൾ തമ്മിലൊന്നും ഇപ്പോൾ വലിയ ദൂരമൊന്നുമില്ല, വളരെ അടുത്തിരുന്ന് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളിലും നാം അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, യോബിന്റെ ചരിത്രം നമുക്കറിയാം. യോബ് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടും താൻ അനുഭവിച്ചതായ താന് രുചിച്ചെറിഞ്ഞതായ ദൈവത്തെ ത്യജിച്ചു കളയുവാനോ തന്റെ വിശ്വാസം ത്യജിച്ചു കളയുവാനോ യോബ് മുതിർന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ അന്ത്യം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമെന്ന് നാം ചിന്തിക്കുന്നതായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിനും പദ്ധതിക്കുമൊക്കെ വിരുദ്ധമായ അനുഭവങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയുമെങ്കിൽ അതിനെ നന്മയാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് വളരെ ശക്തമായി ദൈവത്തോട് ചേർന്നിരുന്ന ദൈവദാസന്മാർ, ദൈവത്തിന് വേണ്ടി വളരെ ശക്തമായി വേല ചെയ്ത ദൈവവൃത്യന്മാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു പ്രവാചകനെ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം, സമയക്കുറവുണ്ട് വേദഭാഗങ്ങളൊന്നും എടുത്ത് വായിക്കണമെന്നില്ല. അവിടെ ഏലിയാവ് എന്ന് പറയുന്നതായ ശക്തനായ ഒരു പ്രവാചകനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏലിയാവിനെ കുറിച്ച് വലിയ വിശദീകരണങ്ങളൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എങ്കിലും 17-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവ് എന്ന് പറഞ്ഞ തന്റെ വളരെ ശക്തമായ ശുശ്രൂഷയെ കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തുന്നത്. ആഹാബിന്റെ രഥത്തിന് മുൻപാകെ ഓടുവാനുള്ളതായ ബലം തനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് വളരെ ശക്തമായി പറയുവാനുള്ള ദൈവകൃപ തന്നിൽ വ്യാപരിച്ചിരുന്നു. കർമ്മേലിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് ബാലിന്റെയും അതുപോലെ അശേര പ്രവാചകന്മാരുടെയും ഒക്കെ മുമ്പാകെ നിന്നുകൊണ്ട് യഹോവ തന്നെ ദൈവമെന്ന് തെളിയിക്കുവാനുള്ള ആത്മശക്തി പ്രാപിച്ച ദൈവദാസനായിരുന്നു ഏലിയാവ്. എന്നാൽ 19-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുന്ന സമയത്ത് താൻ പറയുകയാണ്, മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ അത്ര നീതിയുള്ളവനല്ലല്ലോ എന്ന്. ഒരു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ, ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ താൻ ക്ഷീണിച്ചു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ നമുക്കറിയാവുന്ന വേദഭാഗങ്ങളാണ്, വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. എന്നാൽ ദൈവം തന്റെ ദൂതനെ അയച്ച് അവനെ അടയും, കനലിന്മേൽ ചുട്ട അടയും, അതുപോലെ ഒരു തുരുത്തി വെള്ളമൊക്കെ കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടൊക്കെ എന്ന് പറഞ്ഞ് ദൈവം അവനെ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൂതൻ അവനെ തട്ടി ഉണർത്തി, എന്നാൽ അവൻ പിന്നെയും കിടന്ന് ഉറങ്ങി. 2-ാം പ്രാവശ്യവും ദൂതൻ വന്ന് അവനെ തട്ടി ഉണർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആത്മീയ മയക്കങ്ങൾ, ക്ഷീണങ്ങളൊക്കെ നമുക്ക് കടന്നു വരും. നമ്മള് ആത്മീയ കാര്യങ്ങളെ, ദൈവിക കാര്യങ്ങളെ അലക്ഷ്യമായി ചിന്തിക്കുന്ന അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് ദൈവം നമ്മെ തട്ടി ഉണർത്തും. ദൈവം നമ്മെ ഉണർത്തിയിട്ട് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനം ദൈവം നമുക്ക് തരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നമ്മൾ ഏലിയാവിനെ കുറിച്ച് വായിക്കുന്നത്, അവന് അടയും തിന്ന് വെള്ളമൊക്കെ കുടിച്ച് അതിന്റെ ബലത്തിൽ അവന് യാത്ര പുറപ്പെട്ട്
ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 40 ദിവസത്തോളം അവൻ യാത്ര ചെയ്ത് ഹോരേബോളം ചെന്നു. അവിടെയും ഒരു ഗുഹയ്ക്കകത്ത് കിടന്ന് താൻ ഉറങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി അങ്ങനെ ഒരു ഇടപെടലിലൂടെ ഏലിയാവ് പുറത്തു വരികയില്ല. അപ്പോൾ 19-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ എന്റെ മുമ്പാകെ, നീ പർവ്വതത്തിന്റെ വെളിയിൽ എന്റെ മുമ്പാകെ വന്ന് നിൽക്ക, ഞാനിതാ കടന്നു പോകുന്നു. അങ്ങനെ ദൈവത്തെ കാണുവാനായിട്ട് വളരെ ആഗ്രഹത്തോടെ ഏലിയാവ് ദൈവത്തെ കാണുവാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നാൽ യഹോവയുടെ മുൻപായി വലിയൊരു കൊടുങ്കാറ്റടിച്ചത്, പാറകളെ തകർത്ത് വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ആ കൊടുങ്കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷമായി വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു തീ ഉണ്ടായി. ആ തീയിലും യഹോവ ഇല്ലായിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ദൈവം പറഞ്ഞതനുസരിച്ചാണ് താൻ ദൈവത്തെ കാണുവാനായി, ആ ദൈവത്തിന്റെ ആ സന്ദർശനം മനസ്സിലാക്കുവാനായി താന് ഈ ഗുഹയുടെ വെളിയിൽ വന്ന് ഈ പർവ്വതത്തിൽ വന്ന് നിന്നത്. എന്നാൽ തന്റെ പ്രതീക്ഷകളെല്ലാം അവിടെ തെറ്റിപ്പോയി. ആ കൊടുങ്കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ അവന് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിലും നമ്മള് പഴയ നിയമം പഠിക്കുന്നതായ സമയത്ത് പുറപ്പാട് പുസ്തകം 3 അതുപോലെ 19 അധ്യായങ്ങളൊക്കെ വായിക്കുന്നതായ സമയത്ത് ദൈവത്തിന്റെ പ്രത്യക്ഷത ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയാണ് ദൈവദാസന്മാർക്ക് ഉണ്ടായതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ സീനായി പർവ്വതത്തിൽ, ഹോരേബ് പർവ്വതത്തിൽ യഹോവ ഇറങ്ങി വരുന്നതായ സമയത്ത് വലിയ ഭൂകമ്പവും വലിയ ഇടിമുഴക്കവും ഒക്കെ അവിടെ ഉണ്ടായി, വലിയ കൊടുങ്കാറ്റൊക്കെ അവിടെ ഉണ്ടായി. അങ്ങനെയാണ് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഏലിയാവ് ഒരു പക്ഷെങ്കിൽ ചിന്തിച്ചു കാണും, എന്റെ പിതാവായ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായതുപോലെയാണ് എനിക്കും ദൈവം പ്രത്യക്ഷനാകാൻ പോകുന്നത് എന്ന്. എന്നാൽ അവന്റെ പ്രതീക്ഷകൾ അവിടെ തെറ്റിപ്പോയതായിട്ട് നമ്മൾ കാണുന്നു. അതിനുശേഷമായി താൻ ഒരു തീ കണ്ടു. എന്നാൽ ആ തീയിലും യഹോവയില്ലായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് 10-ാം വാക്യത്തിലേക്ക് നാം വരുന്നതായ സമയത്ത് അബ്രഹാം ഇങ്ങനെ യാഗമൃഗത്തെ കൊണ്ടുവന്ന് അതിനെ 2ആയി പിളർത്തി, ആ പിളർപ്പിന്റെ നടുവിലൂടെ ഒരു ജ്വലിക്കുന്ന പന്തം കടന്നുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഒരു അഗ്നിയുടെ അനുഭവത്തിലൂടെയാണ്. അപ്പൊ ഏലിയാവ് ചിന്തിച്ചു, ഭൂകമ്പത്തിൽ എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല, കൊടുങ്കാറ്റിൽ ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല, പക്ഷേ അഗ്നിയുടെ അനുഭവത്തിൽ എനിക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. എന്നാൽ അവിടെയും തന്റെ പ്രതീക്ഷ തെറ്റിപ്പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുപോലെയുള്ള ചില അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ നാം ദൈവത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ പ്രത്യക്ഷത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ ഇരിക്കും. എന്നാൽ നമ്മുടെ വായിക്കുന്നത് അതിനുശേഷം ഒരു മൃദുസ്വരമുണ്ടായി, ഒരു ശാന്ത സ്വരമുണ്ടായി. അവിടെ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് തന്റെ മുഖം മൂടിയതായി നാം കാണുന്നു. അവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഭൂകമ്പത്തിൽ ചിലപ്പോൾ ദൈവത്തെ കണ്ടുവന്ന് വരികയില്ല, തീയിൽ ദൈവത്തെ കണ്ടുവന്ന് വരികയില്ല, കൊടുങ്കാറ്റിന്റെ അനുഭവത്തിൽ ദൈവത്തെ കണ്ടുവന്ന് വരികയില്ല. എന്നാൽ ഒരു മൃദുസ്വരം, ഒരു ശാന്ത സ്വരം കേൾപ്പിച്ച് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, മുന്നോട്ട് നയിക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. സ്തോത്രം. അവിടെ ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി ദൈവസാന്നിധ്യം താൻ തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. കാരണം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏലിയാവിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വ്യത്യസ്തമായ പദ്ധതിയായിരുന്നു. അവിടെ ഭൂകമ്പത്തിന് അല്ലെങ്കിൽ അതുപോലെ കൊടുങ്കാറ്റില് അവന് ദൈവത്തെ കാണുവാൻ കഴിഞ്ഞില്ല. അത് മോശയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു. അല്ലെങ്കിൽ അബ്രഹാമിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് മറ്റൊരു ദൈവിക പദ്ധതിയായിരുന്നു. അബ്രഹാമിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി അല്ലായിരുന്നു ഏലിയാവിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി. മോശയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി അല്ലായിരുന്നു ഏലിയാവിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി. ഏലിയാവിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി ഒരു വ്യത്യസ്തമായ ദൈവിക പദ്ധതിയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ദൈവിക പദ്ധതിയാണ്. ഒരു പക്ഷെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത്
നമ്മളുടെ പ്രതീക്ഷയുടെ സ്ഥാനത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും നാം അവലോടെ കാത്തിരിക്കുന്നുവെങ്കിൽ, നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ശക്തനാക്കുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ, ജോലി സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാം ഏകരായിരിക്കുമ്പോൾ, നാം ദൈവസന്നിധിയിൽ നമ്മുടെ സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ, ശാന്തമായി നാം ദൈവസന്നിധിയിൽ സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് വ്യത്യസ്തമായ ദൈവിക പദ്ധതിയാണ്. മതി യഹോവേ മതി, ഇത്രമാത്രം മതി എന്ന് പറഞ്ഞ് സകലവും അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ച ഏലിയാവിനോട് പറയുകയാണ്, നീ യാത്ര ചെയ്തു പോകുമ്പോൾ നീ ഹസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യണം, നീ യേഹുവിനെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. അതുമാത്രമല്ല, നിനക്ക് പകരമായി ഏലീശയെ ഇസ്രയേലിന് പ്രവാചകനായി നീ അഭിഷേകം ചെയ്യണം. മതി യഹോവേ എന്ന് പറഞ്ഞവനെ കൊണ്ട് പിന്നെയും ദൈവം തന്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുകയാണ്. ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും, നാം മതി എന്ന് പറയുന്ന സ്ഥാനത്ത്, നാം വേണ്ട എന്ന് പറയുന്ന സ്ഥാനത്താണ് ദൈവം വേണമെന്ന് പറയുന്നത്. നമുക്ക് കഴിയുകയില്ല, സകലവും തീർന്നു എന്ന് പറയുന്ന സ്ഥാനത്താണ്, സകലവും അടയ്ക്കപ്പെട്ടു പോയി എന്ന് പറയുന്ന സ്ഥാനത്താണ് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന് പിന്നെയും ശക്തമായി നിർത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് കഴിയുകയില്ല, നമ്മെ കൊണ്ട് സാധിക്കയില്ല, ഇനിയും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇല്ല എന്ന് നാം ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം നമുക്കായി പുതുവഴികളെ തുറക്കുവാൻ ശക്തനായ ദൈവമാണ്. ഒരു വേള ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ കടന്നു വന്നാലും, ഒതുങ്ങിയിരിക്കേണ്ട അനുഭവങ്ങൾ കടന്നു വന്നാലും, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കടന്നു വന്നാലും നീ നിരാശപ്പെടേണ്ട. നിന്നെ പുറത്തു കൊണ്ടുവന്ന് പിന്നെയും ശക്തനായി നിർത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് അവന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകട്ടെ. നാം വായിച്ചതായ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ദൈവം താനിപ്പോൾ കാവൽ പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ ആയിരിക്കുന്നതായ സമയത്ത് ദൈവം പറയുകയാണ്, രണ്ടാം പ്രാവശ്യം അരുളപ്പാട് അവന് ഉണ്ടായതെന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം ആരാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ദൈവം അവിടെ യിരെമ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. താൻ പറയുകയാണ്, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ നമ്മള് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ വിളിച്ച ദൈവം, സർവശക്തനായ ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു വലിയ വിശ്വാസമാണ് നമ്മെ ഭരിക്കേണ്ടത്. ഇതുപോലെയുള്ളതായ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പല മനുഷ്യരും ചോദിക്കാറുണ്ട്, ദൈവമാണോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? ദൈവമാണോ ഇങ്ങനെയൊക്കെ വരുത്തുന്നത്? അങ്ങനെയെങ്കിൽ മറ്റ് അനേകര് ഇങ്ങനെ കോവിഡ് വന്ന് മരിക്കാനുള്ള കാരണം എന്താണ്? ദൈവമക്കൾ പോലും മരിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു വരാം. എന്നാൽ ദൈവമക്കളെ, ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ലോക മനുഷ്യർ കാണുന്നത് പോലെയല്ല നാം അതിനെ കാണുന്നത്. ഒരു ദൈവവേദലിനെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് ദൈവത്തിലുള്ളതായ ആ വിശ്വാസത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്ന അനുഭവങ്ങളായി നാം ഇതിനെ മാറ്റിയെടുക്കണം. ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവം ആരാണെന്നുള്ളതായ ആ ബോധ്യം, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തെയും ചമച്ചവൻ, സകലത്തെയും ഭരിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. അവനറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസമാണ് നമ്മെ നയിക്കേണ്ടത്. കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും പോകണമെന്നുണ്ടെങ്കിൽ
ദൈവം അറിയാതെ അത് സംഭവിക്കുകയില്ല. കർത്താവിന്റെ വാഗ്ദത്തം നമുക്കുണ്ടല്ലോ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നവനും ദൈവം നമ്മോട് ഇടപെടുന്നവനുമാണ്. അപ്പോൾ സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അതിൽ നമ്മൾ ഭാരപ്പെട്ടു പോകുവാനോ വിഷമിച്ചു പോകുവാനോ അല്ല, പിന്നെയോ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് ദൈവം യിരെമ്യാവിനോട് പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഈ സാഹചര്യത്തിലും ഇപ്പോൾ കാവൽപുരമുറ്റത്ത് താൻ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അടയ്ക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും ദൈവം പറയാണ്, നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ ബാലനാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പിന്മാറുവാൻ തീരുമാനിച്ച യിരെമ്യാവിനെ ദൈവം നിർബന്ധിച്ച് ശുശ്രൂഷയ്ക്ക് അയക്കുകയാണ്. ജീവിത അനുഭവങ്ങളിലൊക്കെ താൻ ഇതുപോലെ അടയ്ക്കപ്പെട്ട അനുഭവങ്ങളിലൂടെയൊക്കെ താൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് കാലയളവിൽ ഫോൾസ് പ്രോഫറ്റ്സ്, കള്ളപ്രവാചകന്മാരിൽ നിന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്നു. കാരണം ദൈവത്തിന് അനുകൂലമല്ലാതെ തങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പ്രവചനം നടത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ അംഗീകാരം ലഭിച്ച അനേക പ്രവാചകന്മാർ ആ കാലയളവിൽ യഹൂദയിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മധ്യത്തിൽ താൻ ഏകനായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞതുകൊണ്ട് തനിക്കിതുപോലെ അടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവത്തിലും ദൈവത്തിന് തന്നോട് പറയുവാനുള്ളത്, നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോടും പറയുവാനുള്ള സന്ദേശം ഇത് മാത്രമാണ്. നീ കടന്നു പോകുന്ന സാഹചര്യം എന്തായിരുന്നാലും, നിന്റെ അനുഭവം എന്തായിരുന്നാലും, നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. അതാണ് നമ്മോടുള്ള ദൈവത്തിന്റെ സന്ദേശം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. നാം കടന്നു പോകുന്ന ഏത് അനുഭവങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. നീ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഉത്തരമരുളുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറഞ്ഞിരിക്കാത്ത, കണ്ണുനീരിന് മറഞ്ഞിരിക്കാത്ത, എന്റെയും നിങ്ങളുടെയും കണ്ണുനീരിന് മറഞ്ഞിരിക്കാത്ത, തക്ക സമയത്ത് വിടുതൽ തരുന്ന ഒരു ദൈവം എനിക്കും നിങ്ങൾക്കായും ജീവിക്കുന്നു. അവന്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് യിരെമ്യാവിനോട് പറയുകയാണ്, നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. നിനക്കിതുവരെയും നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, നീ അറിയാത്ത കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇതുപോലെയുള്ള അടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹമായി വെളിപ്പെട്ട് വരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ, അഗോചരമായ കാര്യങ്ങൾ, മഹത്തരമായ കാര്യങ്ങൾ, ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇപ്പോൾ ഇതിന്റെ ലോകം മുഴുവനും കൊറോണ വ്യാപിച്ചു. അനേക ആളുകൾ മരണം വരികയായി ലോകത്തിൽ നിന്ന് കടന്നുപോയി. മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ സെക്കൻഡ് വേവ് ആരംഭിക്കുവാൻ പോകുന്നെന്നാണ്. കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചിലപ്പോൾ സെക്കൻഡ് വേവ് കൊണ്ട് നിൽക്കണമെന്നില്ല, ചിലപ്പോൾ തേർഡോ ഫോർത്തോ വേവ് വരെയൊക്കെ സംഭവിച്ചു എന്ന് വന്നേക്കാം, നമുക്കറിയയില്ല. അപ്പോൾ 2021 അനുഭവം എന്തായിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ആദ്യം ഫസ്റ്റ് വേവിന് വേണ്ടിയുള്ള വാക്സിനൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേന് ചിലപ്പോൾ സെക്കൻഡ് വേവ് ആരംഭിച്ചു എന്ന് വന്നേക്കാം. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ട് ഇതൊന്നും കേട്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല. സാഹചര്യങ്ങൾ എന്ത് വന്നാലും, അല്ലെ 2021 ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ അവിടെ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നാലും അവിടെയും നമുക്ക് പറയുവാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് നമ്മോടുള്ള ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ
ഞാൻ നിന്നെ അറിയിക്കും. അങ്ങനെയെങ്കിൽ 2021 ദൈവം നമുക്ക് ദാനമായി തരുന്നുവെങ്കിൽ നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ഇതുപോലെയുള്ള ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, ഇതുപോലെയുള്ള പ്രതികൂല സാഹചര്യങ്ങള് ദൈവം നമ്മോട് സംസാരിക്കുന്ന അനുഭവങ്ങളാണ്. മഹത്തരമായ കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ, ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന അവസരങ്ങളായി നമുക്കിതിനെ മാറ്റിയെടുക്കുവാനായി കഴിയും. ഈ ഒരു സാഹചര്യങ്ങളിലാണ് നാം ദേശത്തിന് വേണ്ടി വളരെയധികം മധ്യസ്ഥത ചെയ്യുകയും നാം ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായ അനുഭവങ്ങളാണ്. ഈ ക്വാറന്റൈനിന് മുമ്പ്, കൊറോണയുടെ മുമ്പുള്ള കാലയളവ് എന്നെ പോലുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളൊക്കെ വളരെ തിരക്കുള്ളവരും അല്ലെങ്കിൽ ഒന്നിന് സമയമില്ലാത്തവരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഒത്തിരി സമയമുള്ളവരാണ്, ഒരുപാട് സമയമുള്ളവരാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും, ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുവാനും, വചനം ധ്യാനിക്കുവാനും, ദൈവവചനം പഠിക്കുവാനും, ദേശത്തിന് വേണ്ടി കരയുവാനും, അനേകർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള നല്ല അവസരങ്ങളാണ്. ഒരുപക്ഷെങ്കിൽ ലോകത്തിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ദൈവമക്കളുടെ പ്രാധാന്യം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെയും നമ്മെ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്, അല്ലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന്, ദേശത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്ത്, ദേശത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിനുള്ളതായ അവസരങ്ങളാണ് കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം നന്നായി വിനിയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ ആഗോള വ്യാപകമായി ദൈവസഭ ഒന്നുകൂടെ ശക്തിപ്പെടുവാൻ, നമ്മുടെ ആത്മീയ ജീവിതം ഒന്നുകൂടെ സമ്പന്നമായി തീരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. അതുമാത്രമല്ല, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ദൈവസഭ ഒരുക്കപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആത്മീയമായി വളരെ അധപ്പതിച്ച ഒരു കാലയളവിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ആത്മീയ ലോകം ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിത്തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ചില പുതിയ ദൈവിക അനുഭവങ്ങൾ ലഭിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ഏകാന്തത ചില ദൈവിക കാര്യങ്ങൾ നമ്മെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി മാത്രമേ ദൈവം അത് വെളിപ്പെടുത്തിയുള്ളൂ. ലോകത്തിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ദൈവ മക്കൾക്ക് മാത്രമേ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ചരിത്രം അറിയാമല്ലോ. യോഹന്നാൻ പത്മോസ് ദ്വീപിലാണ് ആയിരിക്കുന്നത്. താന് അവിടെ പറയുന്നത്, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം താനിപ്പോൾ പത്മോസ് ദ്വീപിലായിരിക്കുകയാണ്. താനൊരു കൊള്ളക്കാരനായതുകൊണ്ടോ, അല്ലെങ്കിൽ ദ്രോഹിയായതുകൊണ്ടോ, അല്ലെങ്കിൽ രാജ്യത്തിന് എതിരായി എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അല്ല, ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം താനിപ്പോൾ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിൽ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ തനായിരിക്കുകയാണ്. അവിടെ തനിക്ക് കൂട്ടുകാരായി ആരുമില്ല. ചരിത്രം പറയുന്നത് ഈ ചെങ്കടലിലുള്ള ഈ പത്മോസ് ദ്വീപ് തടവുകാരെയും അതുപോലെയുള്ള ദേശദ്രോഹികളെയൊക്കെ അവിടെ കൊണ്ട് ഇടുന്ന സ്ഥലമാണ്. അവര് അവിടെ കിടന്ന് മരിച്ചു പോവുകയുള്ളൂ. അങ്ങനെയാണ് അനുഭവം എന്ന് പറയുന്നത്. കാരണം അവിടെ ആകെയുള്ളത് ചില കഴുകന്മാര് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ യോഹന്നാനെ നോക്കിക്കൊണ്ട് അവർ പറയും, നീ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവനല്ലേ, നീ കർത്താവിന്റെ പ്രിയ ശിഷ്യനായിരുന്നല്ലോ, എന്നാൽ ഇങ്ങനെയുള്ള അനുഭവം നിനക്ക് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചിലപ്പോൾ നമ്മെ പരിഹസിക്കുന്ന ആളുകൾ, ദൈവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നേരെ ഉയർത്താറുണ്ട്. നീ ദൈവത്തെ സേവിച്ചിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ എന്തുകൊണ്ടാണ് നീ കടന്നു പോകുന്നത്? എന്നാൽ നമ്മുടെ വായിക്കുന്ന 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഏകാന്തതയിൽ താൻ ആയിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ താൻ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ വായിക്കുന്നത്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അവിടെ ആരുമില്ലായിരുന്നു, കൂട്ടിനാരുമില്ലായിരുന്നു, തനിക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി അവിടെ ആരുമില്ലായിരുന്നു, ആരോടും തന്റെ വേദനകൾ അവിടെ ഷെയർ ചെയ്യുവാനായിട്ടില്ലായിരുന്നു. തികച്ചും ലോക്ക്ഡൌൺ ആയിട്ട് ക്വാറന്റൈൻ അനുഭവത്തിൽ തനായിരിക്കുകയാണ്. എന്നാൽ തന്നോട് വായിക്കുന്നത്, കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി.
പിന്നീട് നമുക്കറിയാമല്ലോ, അവന്റെ മുൻപാകെ സ്വർഗം തുറന്നു. കർത്താവിന്റെ രൂപം അവൻ ദർശിക്കുവാൻ ഇടയായി തീർന്നു. അഗ്നിയാലേക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷനാകുവാൻ ഇടയായി തീർന്നു. ഭാവിയിൽ സംഭവിപ്പാനുള്ളത് ദൈവവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതുപോലെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായ സമയത്ത് നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ, നാം ആത്മവിവശരാകുന്നുവെങ്കിൽ, നാം ദൈവസന്നിധിയിൽ നമ്മുടെ സമയങ്ങളെ ചിലവഴിക്കുവാൻ കഴിയുമെങ്കിൽ, കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ കൂർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ, അതിമഹത്തായ കാര്യങ്ങൾ, ഭാവിയിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ, അഗോചരമായ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ്. കർത്താവ് പറയുന്ന ഇതാണ്: നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഉത്തരമരുളുന്ന ദൈവം നമുക്കായി ജീവിക്കുന്നു. ആ കർത്താവിന്റെ ശബ്ദം കേട്ടുകൊണ്ട്, ആ കർത്താവിന്റെ ആ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ, നീ നദിയിലൂടെ കടന്നു പോകും, അത് നിന്നെ മുക്കിക്കളയില്ല. നീ അഗ്നിയിലൂടെ കടന്നു പോകും, അത് നിന്നെ ദഹിപ്പിച്ചു കളയില്ല. സാഹചര്യം എന്തായിരുന്നാലും അത് നിന്നെ ബാധിക്കുകയില്ല. കാരണം അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്കുണ്ട്, ദൈവത്തിന്റെ ശബ്ദം നിനക്കുണ്ട്, ദൈവത്തിന്റെ നിയോഗം നിനക്കുണ്ട്, ദൈവമായ ദർശനം അവൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനിടയാകട്ടെ. ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാനിടയാകട്ടെ. മഹത്തരമായ അഗോചരമായ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോടും വസായി റോഡിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിനോടുമുള്ള എന്റെ നന്ദിയെ ഒരു പ്രാവശ്യം കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താൽ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനിൽ കൂടെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ചു. കേൾക്കപ്പെട്ട ദൈവോധനത്തിന് മുൻപാകെ ഇന്ന് രാത്രിയിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. പ്രത്യാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ വചനം സംസാരിച്ച കർത്താവിന്റെ ദാസന് എന്റെ വ്യക്തിപരമായ നാമത്തിലും സഭയുടെ നാമത്തിലുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. വാത്സല്യ ദൈവമക്കളെ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, പ്രശ്നങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ സ്തോത്രം, ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായവനെ കുറിച്ച് ഇന്ന് രാത്രിയിൽ തന്റെ ദാസൻ അവിടുന്ന് ഓർപ്പിപ്പാനായിട്ടിടയായി തീർന്നല്ലോ. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും അവനോട് കൂടെ ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട അനുഭവങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ വരും. ഭയപ്പെടരുത്. അവന്റെ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിപ്പാൻ കഴിയട്ടെ. മതി എന്ന് നാം വിചാരിക്കുമ്പോൾ ഇടപെടുന്ന ഒരു ദൈവം, ആമേൻ, പുതിയ നിയോഗം തന്നെ നമ്മെ അയക്കുന്ന ഒരു ദൈവം, പ്രശ്നത്തിൽ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയൊന്ന് അറിയുന്നവനായ ഒരു ദൈവം. സ്തോത്രം. കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെടേണ്ടി വരുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ 2020 വർഷം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വിവിധ പ്രതിസന്ധികൾ നിറഞ്ഞ ആ അവസ്ഥകളായിരുന്നുവെങ്കിലും സ്തോത്രം, ദൈവത്തോട് അടുത്തിരുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് ദൈവശബ്ദം നമുക്ക് കേൾപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തിന്മയ്ക്കായല്ല, അത് നന്മയ്ക്കായിട്ടാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർന്ന ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ് നാം പ്രാർത്ഥിപ്പാനായിട്ട് പോവുകയാണ്. പ്രത്യാൽ കർത്താവിന്റെ ദാസൻ സാം ജേക്കബിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പിന്നെയും നടാമേൻ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തന്റെ ദാസനതയോട് അഭിഷേകം ചെയ്യട്ടെ. ഒറീസയിലെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി അല്പസമയം നമ്മെ കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചില നിരാശയോടെ ആയിരിക്കാം ഈ ഓൺലൈൻ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ഇടപെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെടേണ്ടി വരുമ്പോഴും ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് ഉത്തരം അരുളുന്ന ദൈവമാണ്. ആമേൻ. അവൻ ചിന്മയായി ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ആമേൻ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, റൂമുകളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ ദോഷമായവൻ ഒന്നും ചെയ്യുന്നവനല്ല. ഞാൻ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസഭയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.
ഹല്ലേലൂയ. നാളെ നടക്കുന്ന മീറ്റിങ്ങുകൾ നമുക്ക് ഒരു അനുഗ്രഹമായി തീരണം. ഈ ഇയറിൽ വാസ്തവമായ ദൈവശബ്ദം നാം കേൾക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാസിക്കിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ആമേൻ പ്രാർത്ഥിക്കുകയും ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്തോത്രം ചെയ്തേ പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. ക്രിസ്തു യേശു കൂടി ഞങ്ങളെ അളവോട് സ്നേഹിച്ച് ദിനംതോറും ജയോത്സവമായി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഇത്രത്തോളം അവിടെ ഞങ്ങളെ സഹായിച്ചു വഴി നടത്തി. അവിടുത്തെ കരുണയ്ക്കായി കൃപയ്ക്കായി സ്തോത്രോപ്പിച്ച റോഡിലെ പിതാവേ ഷാരോൺ ചർച്ചിന്റെ ഉപവാസപ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. വചനം സംസാരിച്ച അവിടുത്തെ ദാസനായി സ്തോത്രം. ഇത്രത്തോളം നടത്തിയനായി സ്തോത്രം. കേട്ട വചനങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കട്ടെ, അനുഗ്രഹത്തിന് കാരണമാകട്ടെ. കർത്താവെ ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഹൃദയത്തോടെ ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവ്, ആ കർത്താവിനെ വിളിച്ചപേക്ഷിപ്പാൻ കർത്താവെ ഞങ്ങളെ ഇന്നും പ്രബോധിപ്പിച്ചു. ആ കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ സാഹചര്യങ്ങൾ കണ്ട് പതറാതെ അധൈര്യപ്പെടാതെ ഉറപ്പോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാനുള്ള കൃപ ഓരോരുത്തരും പ്രാപിപ്പാൻ കർത്താവിടെ ആക്കണമേ. നടത്തുന്ന വിധങ്ങളെ കരുതുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി കരയറ്റുവാൻ കർത്താവ് സഹായിക്കണമേ. തുടർന്നുള്ള മീറ്റിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരു ഉത്സാഹത്തോടെ കടന്നു വരുവാൻ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ അവിടെ ശുശ്രൂഷിക്കുന്ന ശിവം ഭാഷനായി കുടുംബത്തിനായി സ്തോത്രം. അവിടുത്തെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കൃപയിൽ കാത്തോളണമേ കർത്താവേ. അവിടുത്തെ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. സംബന്ധിച്ച ദൈവദാസന്മാർക്കായി സ്തോത്രം കർത്താവേ. അതുപോലെ ഫിൽബ്രദറിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. കൃപയിൽ കാത്തുകൊള്ളണമേ കർത്താവേ. അവിടെ സഭ അനുഗ്രഹകരമായി നടപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ നല്ല സാക്ഷ്യം ആ ദേശത്ത് കൊള്ളുവാൻ തക്കവണ്ണം സഭയിലുള്ളവ ഓരോരുത്തർക്കും അവിടുന്ന് ഇടയാക്കണമേ കർത്താവേ. വ്യക്തികളായി കുടുംബമായി കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. സഭ വളരുവാൻ തക്കവണ്ണം പുതു ആത്മാക്കൾ കടന്നു വരുവാൻ ഇടയാകേണ്ടതിന് കർത്താവെ ഈ കാലയളവ് അവരുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമേ. കർത്താവിന്റെ ഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപതിക്ക് രൂപാന്തരപ്പെട്ട് കർത്താവെ മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കണം അപേക്ഷിക്കുന്നു. നടത്തിയ വിധങ്ങളെ ഓർത്ത് വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമനപ്പെട്ടിരിക്കാൻ അവിടുന്ന് കൃപയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവ് നടത്തണമേ, സഹായിക്കണമേ. സകല മാനവും മഹത്വം അപ്പച്ചൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന ചെയ്യാനും കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹവും നമ്മെ സകല ആശ്വാസത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കാവലും കൂട്ടായ്മയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടിയും വസായി ചർച്ചിനോടും ശുശ്രൂഷിച്ച ദേവദാസിനോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നും ജയോത്സവമായി നമ്മെ നടത്തിയ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ ദാസൻ